കാലത്ത് തമിഴ് മലയാളം സിനിമയിൽ തിരക്കേറിയ നായികയായിരുന്ന കനകയെ പ്രേക്ഷകർ ഇന്നും മറന്നിട്ടുണ്ടാവില്ല. സിനിമയിൽ നിന്നൊക്കെ അകന്ന് ചെന്നൈയിലെ വീട്ടിൽ ഏകാന്ത ജീവിതം നയിക്കുകയാണ് കനക ഇപ്പോൾ. സിനിമാ മേഖലയിൽ നിന്ന് നൂറ്റാണ്ടിലേറെയായി അകന്നു ജീവിക്കുന്ന കനകയെ ചുറ്റിപ്പറ്റി നിരവധി കെട്ടുകഥകളും ഉയർന്നിരുന്നു. ക്യാൻസർ ബാധിച്ച് കനക മരിച്ചെന്നായിരുന്നു ആദ്യം വന്ന വാർത്ത. കനകയും അച്ഛനും തമ്മിലുള്ള സ്വത്ത് തർക്കവും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. അച്ഛൻ തന്നെ മനോരോഗിയാക്കി ചിത്രീകരിക്കുന്നുവെന്നും ആരോപിച്ച് കനക രംഗത്ത് വന്നതും വാർത്തയായിരുന്നു. ഇപ്പോഴത്തെ കനകയെക്കുറിച്ച് അച്ഛൻ ദേവദാസ് ഒരു തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത്. നമുക്ക് ആ കാര്യം എന്താണെന്ന് നോക്കാം. നിയമപ്രകാരം ഞാനും കനകയുടെ അമ്മയും വേർപിരിഞ്ഞിട്ടില്ല. ഇന്നും അവൾ എൻ്റെ ഭാര്യ തന്നെയാണ്. സ്വത്തുക്കളിൽ എനിക്ക് അവകാശമുണ്ട്. മകൾക്ക് വിട്ടുകൊടുത്തതാണ്. അഭിനയിക്കാൻ തുടങ്ങുമ്പോൾ കനകയ്ക്ക് 17 വയസ്സായിരുന്നു. പ്രായപൂർത്തിയാകാത്തതിനാൽ അഭിനയിക്കരുതെന്ന് പറഞ്ഞ് ഞാൻ കേസ് കൊടുത്തത് വാസ്തവം തന്നെയാണ്. അഭിനയത്തിന് പകരം പഠിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഡോക്ടറാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. കനകയുടെ അമ്മയ്ക്ക് അഭിനയിപ്പിക്കാനായിരുന്നു താല്പര്യം. കേസ് വന്നപ്പോൾ അമ്മയുടെ പാത പിന്തുടരുമെന്ന് കനക കോടതിയിൽ പറഞ്ഞു. അതോടെ കേസിൽ ഞാൻ തോറ്റു. വയസ്സായി, കനകയുടെ മാർക്കറ്റ് പോയി എന്നാണ് പലരും പറയുന്നത്. ഒരു ഡോക്ടറായിരുന്നുവെങ്കിൽ ഇങ്ങനെ കഥകടച്ച് വീട്ടിലിരിക്കേണ്ടി വരുമായിരുന്നോ? മകളെ നേരിട്ട് കണ്ടിട്ട് 12 വർഷത്തിലേറെയായി. മകളെ സ്വീകരിക്കാൻ ഇപ്പോഴും തയ്യാറാണ്. അവളാണ് ആരെയും അടുപ്പിക്കാത്തത്. കനകയ്ക്ക് പൊതുസമൂഹത്തിൽ ജീവിച്ച് പരിചയമില്ല എന്നും കനകയുടെ അച്ഛൻ പറയുന്നു. വീട്ടിൽ നിറയെ നായകളും പൂച്ചകളും ഒക്കെയാണ്. വൃത്തികേടായി കിടക്കുന്നുവെന്ന് ചുറ്റുമുള്ളവർ പറയുന്നു. അവൾ ആരെയും വിശ്വസിക്കുന്നില്ല. സ്വതന്ത്രമായി ജീവിക്കൂവെന്നും 4 ആൾക്കാരോട് സംസാരിക്കൂവെന്നുമാണ് മകളോട് പറയാനുള്ളത്. കനകയെ സാധാരണ മനുഷ്യ സ്ത്രീയാക്കി മാറ്റേണ്ടതുണ്ടെന്നും ദേവദാസ് പറയുന്നു. സിദ്ദിഖ് ലാൽ സംവിധാനം ചെയ്ത ഗോഡ് ഫാദർ സിനിമയിൽ ആനപ്പാറ തറവാട്ടിലെ മാലു എന്ന കഥാപാത്രമായി എത്തി കനക മലയാളി പ്രേക്ഷകരുടെ ഹൃദയത്തിൽ കയറിയതായിരുന്നു നടി കനക. മമ്മൂട്ടി, മോഹൻലാൽ, മുകേഷ് തുടങ്ങി പ്രമുഖ നായകന്മാരുടെ നായികയെ തിളങ്ങി. മമ്മൂട്ടിയുടെ നായികയെ കനക തമിഴിലും മിന്നി. 2000-ൽ റിലീസ് ചെയ്ത ഈ മഴ തേന്മഴ എന്ന ചിത്രത്തിലാണ് മലയാളത്തിൽ അവസാനമായി കനക പ്രത്യക്ഷപ്പെട്ടത്. കനകയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക.